അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരു വിശ്വാസിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്നായി പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് ഖൗഫ് ഉണ്ടാവുകയില്ല, അവർക്ക് ഹുസ്ൻ ഉണ്ടാവുകയില്ല, അവർ ഭയപ്പെടുകയില്ല, വ്യസനിക്കുകയില്ല. ഇവിടെ ഭയപ്പാട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാകുമ്പോഴാണ്. ഭാവിയെക്കുറിച്ചാണ് ഭയപ്പെടുന്നത്. ദുഃഖിക്കുകയില്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ച് ഓർത്താണ് ദുഃഖിക്കുന്നത്. അപ്പോൾ ഒരു വിശ്വാസി എപ്പോഴും അയാൾ ജീവിക്കുന്നത് വർത്തമാന കാലത്തിലാണെന്നർത്ഥം. ഭൂതകാലത്തിൽ സംഭവിച്ചു പോയ പിഴവുകളെക്കുറിച്ച് ഓർത്ത് ഖേദിക്കുകയോ അല്ലെങ്കിൽ ദുഃഖിക്കുകയോ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നേരിട്ടേക്കാവുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഓർത്ത് ആശങ്കപ്പെടുകയോ ചെയ്യുന്നവനല്ല യഥാർത്ഥ വിശ്വാസി എന്നർത്ഥം. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൃത്യമായിട്ട് ഉത്ബോധിപ്പിക്കുന്നത്, നിങ്ങളെല്ലാവരും ഇഹ്രിസ് അലാ മാ യൻഫഉക, നിങ്ങൾക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങൾ നിങ്ങൾ നന്നായി പരിശ്രമിക്കുക. വലാ തഖുൽ ലൗ അന്നി ഫഅൽതു കദാ വകദാ, ഞാൻ അന്ന് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു, ഞാൻ അന്ന് ഇന്ന രൂപത്തിൽ പോയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ ഒരു അവസ്ഥ വരുമായിരുന്നു, ഞാൻ അങ്ങനെ ആ അവസ്ഥയിലാകുമായിരുന്നു എന്ന രൂപത്തിലുള്ള സംസാരം. എങ്കിൽ എന്ന ആ ഒരു പ്രയോഗം, ലൗ എന്നൊരു പ്രയോഗം, അത് നിങ്ങൾ പ്രയോഗിക്കരുത്. മറിച്ച് നിങ്ങൾ പറയേണ്ടത് ഖദ്ദറല്ലാ, അള്ളാഹു കണക്കാക്കിയതുപോലെ, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അവൻ പ്രവർത്തിച്ചു എന്നേ നിങ്ങൾ പറയാൻ പാടുള്ളൂ. മറിച്ച് ലൗ എന്ന ആ ഒരു പ്രയോഗം, എങ്കിൽ എന്നൊരു പ്രയോഗം, അത് പിശാചിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള വാതിൽ തുറക്കലാണ് എന്നതാണ് ഈ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർന്ന് നമ്മെ പഠിപ്പിക്കുന്ന വിഷയം. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ ഒരു വർത്തമാന കാലത്തിന് വേണ്ടി ജീവിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു, അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, യാ ഹയ്യുൽ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, നിന്റെ കാരുണ്യം കൊണ്ട് നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. അസ്ലിഹ് ലീ ശഅ്നി കുല്ലുഹു, എൻ്റെ മുഴുവൻ കാര്യങ്ങളും നീ നന്നാക്കി തീർക്കണമേ. എൻ്റെ ഒരു കാര്യവും, ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും എന്നെ മാത്രമായി നീ ഏൽപ്പിക്കരുതേ എന്നാണ്. അപ്പോൾ എല്ലാ അവസരത്തിലും നമ്മുടെ മുഴുവൻ കാര്യങ്ങളും നോക്കി നടത്തുവാനും അത് ഭരമേൽപ്പിക്കപ്പെടാനും ഉത്തമനായി അള്ളാഹു ഉണ്ട് എന്ന ആ ഒരു ബോധം അത് മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായും ഒരു മുസ്ലിമിൻ്റെ വർത്തമാനകാല ജീവിതം തന്നെ സമാധാനപൂർണ്ണമായിരിക്കും. ഭാവിയെക്കുറിച്ചോർത്തുള്ള ആശങ്കകളോ ഭൂതകാലത്തെക്കുറിച്ചോർത്തുള്ള വ്യസനങ്ങളോ അവനെ ഒട്ടും ബാധിക്കുകയില്ല. ആ രൂപത്തിൽ സന്തോഷകരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വിശ്വാസിക്ക് സാധ്യമാകും. അള്ളാഹു അത്തരമൊരു ജീവിതം പ്രദാനം നൽകിക്കൊണ്ട് എല്ലാ സത്യവിശ്വാസികളെയും അനുഗ്രഹിക്കുമാറാവട്ടെ.